നമ്മളെ ബാധിക്കുന്ന ഏത് രോഗവും ആയിക്കോട്ടെ, അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ മരുന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, കറേജ്. എത്രമാത്രം ധൈര്യത്തോടു കൂടി നമുക്ക് ആ രോഗത്തിനെതിരെ പൊരുതാൻ പറ്റുമോ അത്രയും മാത്രം നമുക്ക് ആ രോഗത്തിനെ അകറ്റി നിർത്താൻ പറ്റും. സോ ശ്വാസം എടുക്കുമ്പോൾ ഇൻഹെയിൽ കറേജ് ആൻഡ് എക്സെയിൽ ഫിയർ. ബിക്കോസ് പണ്ടത്തെ പോലെയൊന്നും അല്ല, ഇപ്പോൾ മെഡിക്കൽ സയൻസ് ഒക്കെ ഒരുപാട് പുരോഗമിച്ച് പുതിയ പുതിയ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സും ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ്, പുതുതായിട്ട് വന്നിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സിനെ പറ്റിയിട്ടും അതുപോലെ എങ്ങനെ ഇതിനെയൊക്കെ നേരിടണം എന്നുള്ളതിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് നമ്മളോടൊപ്പം ഒരു ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ സേറ ഈസോ, ചെങ്ങന്നൂർ ഡോക്ടർ KM ചിരാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ക്യാൻസർ സെൻ്ററിൻ്റെ മെഡിക്കൽ ഡയറക്ടർ ആൻഡ് കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്. മാഡം, പണ്ടത്തെ പോലെ ഇപ്പോഴും ക്യാൻസറിനെ പേടിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ? നമുക്ക് ക്യാൻസർ ചികിത്സയിൽ വളരെ ഗണ്യമായിട്ടുള്ള പുരോഗതിയാണ് കഴിഞ്ഞ ഒരു 2-3 പതിറ്റാണ്ട് കൊണ്ടുണ്ടായിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ആൾക്കാരുടെ ഇപ്പോൾ ചിന്താഗതി ഇപ്പോഴും ഒരു ഏകദേശം 80-കളിലോ 90-കളിലോ ഒക്കെ ക്യാൻസർ ഉണ്ടായിരുന്ന രീതിയിലുള്ള ചിന്താഗതിയാണ് ഇപ്പോഴുള്ളത്. 80-കളിലൊക്കെ ഞങ്ങളൊക്കെ MBBS പഠിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലുകളിലൊക്കെ ചെന്നാൽ ഒരു വാർഡ് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കും. അവിടെ പലരും പോകാൻ മടിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു ക്യാൻസർ രോഗി എന്ന് പറഞ്ഞാൽ എല്ലും തോലുമായിട്ട് ഇങ്ങനെ വളരെ വേദന സഹിച്ച് ഛർദിലൊക്കെ ആയിട്ടിരിക്കുന്ന ഒരാൾ എന്നുള്ളൊരു അങ്ങനെയായിരുന്നു അന്നത്തെ ഒരു യാഥാർത്ഥ്യം. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 10-30 വർഷം കൊണ്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് വളരെയധികം പുരോഗതി വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മളുടെ പ്രത്യേകിച്ച് മലയാളികളുടെ മനോഭാവത്തിൽ മാറ്റം വന്നിട്ടില്ല. ഇപ്പോഴും നമ്മളെ ആളുകളിൽ പലർക്കും ക്യാൻസർ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. കാരണം അവർ വിചാരിക്കുന്നത് ഇപ്പോഴും ഇതുപോലെ വളരെയധികം പെയിൻ ഉണ്ടാക്കുന്ന ക്യാൻസർ വന്നാൽ തീർച്ചയായിട്ടും മരിച്ചു പോകുന്ന ഒരു രോഗമാണെന്നാണ്. പക്ഷെ അതിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു മനോഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ക്യാൻസറിനെ പേടിക്കേണ്ട, ക്യാൻസറിനെ കൂടുതൽ അറിയണം, ക്യാൻസറിനെ നമ്മളൊരു ബുദ്ധിപൂർവ്വം സമീപിക്കണം എന്നുള്ളതാണ്. മാഡം, നമ്മളിപ്പോൾ ഈ ക്യാൻസർ എന്ന് കേൾക്കുന്നതിൻ്റെ കൂടെ തന്നെ കേൾക്കുന്ന 2 ടേംസ് ആണ്. ഒന്ന് കീമോതെറാപ്പിയും 2 ടാർഗറ്റ് തെറാപ്പിയും. ഈ അടുത്തിടയ്ക്കാണ് ഈ ടാർഗറ്റ് തെറാപ്പി കുറച്ചുകൂടെ കൂടുതൽ കേട്ട് വന്നിട്ടുള്ളത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഡോക്ടറെ? മുൻപൊക്കെ നമുക്ക് ക്യാൻസറിനെ ചികിത്സിക്കാനായിട്ട് വളരെ കുറച്ച് മരുന്നുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഓങ്കോളജി മേഖലയിലേക്ക് പോകുന്ന ഒരു 10-30 വർഷം മുമ്പാണ്. ആ സമയത്ത് കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഒരു 3-4 അല്ലെങ്കിൽ 8-10 മരുന്നുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാ ക്യാൻസറുകൾക്കും ഈ മരുന്നുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറിയിട്ടൊക്കെയുള്ള ഒരു കോക്ടെയിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ കീമോതെറാപ്പി മരുന്നുകൾ എന്ന് വെച്ചാൽ അവർ റാപ്പിഡ്ലി ഡിവൈഡിങ് സെൽസിനെ നശിപ്പിക്കുന്നു. അപ്പോൾ ക്യാൻസർ കോശങ്ങൾ വളരെ വേഗത്തിൽ വളരുന്ന കോശങ്ങളാണ്. അപ്പോൾ റാപ്പിഡ്ലി ഡിവൈഡിങ് സെൽസിനെ നശിപ്പിക്കുന്നത് പോലെ തന്നെ അപ്പോൾ അങ്ങനെ നശിപ്പിക്കുമ്പോൾ ക്യാൻസർ കോശങ്ങളോടൊപ്പം തന്നെ സാധാരണ കോശങ്ങൾക്കും നാശം വരുന്നു. അപ്പോൾ അങ്ങനെയാണ് കീമോതെറാപ്പി മരുന്നുകൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അനുസരിച്ച് ഈ ക്യാൻസർ കോശങ്ങളുടെ പ്രതലത്തിലുള്ള പ്രോട്ടീനെ ടാർഗറ്റ് ചെയ്യുന്നത് വഴി അപ്പോൾ അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന മെഡിസിൻസ് ക്യാൻസർ കോശങ്ങളെ മാത്രം ഐസൊലേറ്റ് ചെയ്ത് അവയെ നശിപ്പിക്കുന്നു. അപ്പോൾ സാധാരണ കോശങ്ങൾക്കുണ്ടാകുന്ന ഡാമേജ് വളരെയധികം കുറവായിരിക്കും. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും കീമോതെറാപ്പിയും ടാർഗറ്റ് തെറാപ്പിയും തമ്മിലുള്ള വ്യത്യാസം. മാഡം, ഈ കീമോതെറാപ്പി, ടാർഗറ്റ് തെറാപ്പി, അതുപോലെ തന്നെ കേട്ടുവരുന്നൊരു ടേമാണ് ഇപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി. സോ വാട്ട് ഈസ് ഇമ്മ്യൂണോതെറാപ്പി? ഇമ്മ്യൂണോതെറാപ്പി ഒരു കണക്കിന് പറഞ്ഞാൽ ഒരുതരം ടാർഗറ്റ് തെറാപ്പിയാണ്. അപ്പോൾ നമ്മളുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന കോശങ്ങളുണ്ടല്ലോ. അപ്പോൾ സാധാരണ ഈ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന കോശങ്ങളാണ് ക്യാൻസറിനെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ സാധാരണ എല്ലാവരുടെയും ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ എല്ലാവർക്കും ക്യാൻസർ ഉണ്ടാകുന്നില്ല. കാരണം നമ്മളുടെ ഇമ്മ്യൂണിറ്റി സെൽസ് ഈ ഇൻഫെക്ഷൻസിനെ ഒക്കെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കുന്ന പോലെ തന്നെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കും. അപ്പോൾ ഈ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്ന സെല്ലുകളുടെ ആ ഒരു പിടിയിൽ നിന്ന് ക്യാൻസർ കോശങ്ങൾ മാറി വളരെ സ്മാർട്ട് ആകുമ്പോഴാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ നമ്മൾക്ക് ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന കോശങ്ങളെ ഉത്തേജിപ്പിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനം കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്യുമ്പോഴേക്കും ഈ ഇമ്മ്യൂൺ സെൽസ് തന്നെ ക്യാൻസർ സെൽസിനെ ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് നേരിട്ട് ഈ മരുന്നുകൾ ക്യാൻസർ കോശങ്ങളിൽ വർക്ക് ചെയ്യുന്നതിന് പകരം ഈ മരുന്നുകൾ ഇമ്മ്യൂൺ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. അപ്പോൾ ഈ ഇമ്മ്യൂൺ കോശങ്ങൾ ചെന്ന് ക്യാൻസർ കോശങ്ങൾ നശിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അതിനും കീമോതെറാപ്പിക്ക് വേണ്ടുന്ന ഉണ്ടാവുന്ന സൈഡ് ഇഫക്റ്റുകൾ കാണാറില്ല. ഇമ്മ്യൂണോതെറാപ്പിയുടെ സൈഡ് ഇഫക്റ്റുകൾ വ്യത്യാസമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇമ്മ്യൂണോതെറാപ്പി എല്ലാവർക്കും എഫക്റ്റീവ് ആയിരിക്കുമോ? ഇമ്മ്യൂണോതെറാപ്പിയുടെ പഠനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേയധികം ക്യാൻസറുകളിലാണ് അത് ഫലപ്രദമായിട്ടുള്ളത്. ഉദാഹരണത്തിന് ലങ് ക്യാൻസർ. അപ്പോൾ ഈ ലങ് ക്യാൻസർ കോശങ്ങളുടെ പ്രതലത്തിൽ PD-L1 എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ PD-L1ൻ്റെ സ്റ്റെയിനിങ് കൂടുതലാണെങ്കിൽ അവർ ഇമ്മ്യൂണോതെറാപ്പി വളരെ ഫലപ്രദമായിരിക്കും. അപ്പോൾ PD-L1 സ്റ്റെയിനിങ് ഇല്ലാത്തവർക്കും ഇമ്മ്യൂണോതെറാപ്പി ഫലപ്രദമാകും. പക്ഷേ അത് കീമോതെറാപ്പിയുടെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് കൊടുക്കുമ്പോഴായിരിക്കും. അപ്പോൾ ഒരു ഉദാഹരണമാണത്. അതുകൂടാതെ ഇമ്മ്യൂണോതെറാപ്പി വർക്ക് ചെയ്യുന്ന മറ്റ് ക്യാൻസറുകൾ, നമ്മുടെ മൂത്രാശയ സഞ്ചി, ബ്ലാഡറിൻ്റെ ക്യാൻസർ, പിന്നെ ചില ബ്രസ്റ്റ് ക്യാൻസറുകൾ,
ക്യാൻസറുകളിൽ ചിലപ്പോൾ ഹെഡ് ആൻഡ് നെക്ക്, നമ്മുടെ ഈ കഴുത്തിന് മുകളിലേക്കുള്ള ഈ വായ്ക്കകത്തേക്കുള്ള ക്യാൻസറുകൾ, ലാരിങ്സിൻ്റെ ക്യാൻസർ, അങ്ങനെയുള്ള ചില ഐസൊലേറ്റഡ് ക്യാൻസറുകളിൽ ഇത് വളരെ ഫലപ്രദമാണ്. പക്ഷേ എല്ലാ ക്യാൻസറുകളിലും ഇത് ഫലപ്രദമായിട്ടില്ല, പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ മാഡം, ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ക്യാൻസറിനെ പറ്റിയിട്ട് കൂടുതൽ നമുക്കറിയുമ്പോൾ അറിയാൻ സാധിക്കുന്ന മറ്റൊരു സംഗതിയാണ് ഈ സ്റ്റേജുകൾ. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 അല്ലെങ്കിൽ സ്റ്റേജ് 4. അപ്പോൾ നമ്മൾ ഈ സ്റ്റേജ് 3 വരെ ഇറ്റ്സ് ക്യൂറബിൾ എന്നൊക്കെ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. ബട്ട് ഈ സ്റ്റേജ് 4 വരുമ്പോൾ വലിയൊരു ഡൗട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേജ് 4 പേഷ്യൻസിന് ഇത് ക്യൂറബിൾ ആണോ ക്യാൻസർ? അത് ഏത് ക്യാൻസർ ആണെന്നതിനെ ആശ്രയിച്ചിരിക്കും. മിക്കവാറും നമ്മൾ ഒരു അവയവത്തിൽ നിന്ന് മറ്റവയവത്തിലേക്ക് മാറുമ്പോഴാണ് സ്റ്റേജ് 4 എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേജ് 3 മിക്കവാറും ഒരവയവത്തിൽ ലോക്കലൈസ്ഡ് ആയിരിക്കും. ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസറിലെ കോശങ്ങൾ ബ്രസ്റ്റിലും ചുറ്റുമുള്ള കഴലുകളിൽ മാത്രമേ ഉള്ളെങ്കിൽ സ്റ്റേജ് 2 to സ്റ്റേജ് 3 ആവാം. പക്ഷേ അത് അവിടുന്ന് ശ്വാസകോശത്തിലേക്കോ എല്ലുകളിലേക്കോ ഒക്കെ വ്യാപിക്കുക സ്റ്റേജ് 4 ആകും. അപ്പോൾ സ്റ്റേജ് 4 ആണെങ്കിൽ പോലും നമുക്ക് പരിപൂർണമായിട്ട് ക്യൂർ ആവാൻ സാധിച്ചില്ലെങ്കിലും ഈ കൺട്രോൾ ചെയ്തിട്ട് ആൾക്കാരുടെ ലൈഫ് സ്പാൻ, എക്സ്പെക്റ്റഡ് ലൈഫ് എക്സ്പെക്റ്റൻസി നമുക്ക് നീട്ടുവാൻ കഴിയും. അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫും ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. ആളുകൾക്ക് പലപ്പോഴും സ്റ്റേജ് 4 എന്ന് കേൾക്കുമ്പോഴേക്ക് ഇനിയൊന്നും ചികിത്സയില്ല എന്നൊരു പേടിയാണ്. പക്ഷേ പല സ്റ്റേജ് 4 ക്യാൻസറുകളിലും ഫലപ്രദമായ ചികിത്സയുണ്ട്. പരിപൂർണമായിട്ട് മാറ്റിയില്ലെങ്കിൽ പോലും വർഷങ്ങളോളം ഈ ക്യാൻസറിന് ചികിത്സയുമായിട്ട് മുൻപോട്ട് പോയാൽ അവർക്ക് കുറച്ചുകൂടെ അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി നീട്ടാൻ പറ്റും. അങ്ങനെ അതുകൊണ്ട് സ്റ്റേജ് 4 തീർത്തും ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. സ്റ്റേജ് 4 ക്യാൻസറിലും ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട്. ഡോക്ടർ, അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഒരാൾക്ക് ക്യാൻസർ അഫക്റ്റായി കഴിഞ്ഞാൽ ആ ഫൈറ്ററിന്റെ കുടുംബവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് യു ഹാവ് ടു ഗെറ്റ് ദ റൈറ്റ് ട്രീറ്റ്മെന്റ് അറ്റ് ദ റൈറ്റ് ടൈം. നമുക്ക് ഒരുപാട് മിഥ്യാധാരണകൾ ക്യാൻസറിനെ കുറിച്ച് നമുക്ക് നിലവിലുണ്ട്. നമുക്ക് ഇപ്പോഴത്തെ ആളുകൾ എന്തെങ്കിലും ഒരു ഡയഗ്നോസ് വന്നാൽ ആദ്യം ചെയ്യുന്നത് ഇന്റർനെറ്റ് സെർച്ച് ചെയ്യണം. അപ്പോൾ ഇന്റർനെറ്റ് അത് ഗുണവും ദോഷവും ചെയ്യും. കാരണം ഒരുപാട് നല്ല ഹിന്റുകൾ അവിടെ നിന്ന് കിട്ടും, പക്ഷെ അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളും കിട്ടും. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഒരു ചികിത്സകളുള്ള എല്ലാ ചികിത്സയും അവൈലബിൾ ആയിട്ടുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉള്ള ക്യാൻസർ സെൻ്ററുകളിൽ ചികിത്സ നേടുക. അപ്പോൾ പല ക്യാൻസറുകൾക്കും പലതരം ചികിത്സയായിരിക്കും. അപ്പോൾ ഡോക്ടർമാർ പറയുന്ന ചികിത്സകൾ നമ്മൾ യഥാസമയം ചെയ്യുക. പലപ്പോഴും ഒരു ഡയഗ്നോസിസ് ബയോപ്സി വഴി ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസറാണ്, സർജറി വേണമെന്ന് പറഞ്ഞാൽ ആൾക്കാർ ചെയ്യുന്നത് അതൊഴികെ വേറെ എന്തെങ്കിലും ചെയ്യാമോ എന്ന് പറഞ്ഞ് മറ്റ് പല രീതിയിലുള്ള ചികിത്സാ രീതികളും തേടും. അപ്പോൾ അതിനൊക്കെ കുറച്ച് ആഴ്ചകളും മാസങ്ങളൊക്കെ പോകും. അപ്പോൾ ഈ ക്യാൻസർ വെറുതെ ഇരിക്കില്ല, അത് വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് ഈ ചികിത്സയ്ക്ക് വേണ്ടി വരുമ്പോഴേക്കും നമുക്കത് മുറിച്ച് മാറ്റാൻ പറ്റുന്ന സ്റ്റേജിൽ നിന്ന് മാറിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്പർ 1 ആയിട്ട് ചിന്തിക്കേണ്ടത്, അറിയേണ്ടത്, ക്യാൻസറിനെ പേടിക്കുന്നതിന് പകരം അതിനെ ഒരു ബുദ്ധിപൂർവ്വം സമീപിക്കുക. ഒരു വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്യാൻസർ വിദഗ്ധർ പറയുന്ന ചികിത്സകൾ യഥാസമയം ചെയ്യുക. പിന്നെ 1-2 സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഡോണ്ട് ഡിലേ ട്രീറ്റ്മെൻറ്റ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മാഡം കുറച്ച് മുന്നേ ഇമ്മ്യൂണോതെറാപ്പി എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതുപോലെ തന്നെ ടാർഗറ്റ് തെറാപ്പി എന്താണെന്നുള്ളതും പറഞ്ഞു തന്നു. അപ്പോൾ ഇതുപോലെ മോഡേൺ ചികിത്സാ രീതികൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇപ്പോൾ ക്യാൻസർ ചികിത്സയിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന ചികിത്സ ടാർഗറ്റ് തെറാപ്പിയാണ്. ഇമ്മ്യൂണോതെറാപ്പി ഞാൻ പറഞ്ഞ പോലെ ഒരു തരം ടാർഗറ്റ് തെറാപ്പി തന്നെയാണ്. പിന്നെ സർജറിയിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുൻപൊക്കെ ഒരു 10-20 വർഷം മുമ്പ് തന്നെ എല്ലാം മുറിച്ച് മാറ്റണം എന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസറിൽ മിക്കവാറും ഒരു 90% സ്ത്രീകൾക്കും മുഴുവനും ബ്രസ്റ്റ് എടുത്ത് മാറ്റുക, മസ്റ്റക്ടമി എന്ന സർജറി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ലെസ് ഇസ് ബെറ്റർ. സോ ഒരു മുഴയുള്ളെങ്കിൽ ആ മുഴ മാത്രം മുറിച്ച് മാറ്റിയിട്ട് ആ ബ്രസ്റ്റിന് റേഡിയേഷൻ കൊടുത്താൽ ബ്രസ്റ്റ് മുഴുവൻ എടുത്ത് മാറ്റുന്നതിനോടുള്ള അതേപോലെ തന്നെയുള്ള ഇഫക്റ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സർജിക്കൽ ടെക്നിക്സ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല, ആന്തരിക അവയവങ്ങളാണെങ്കിൽ പോലും സർജറി ടെക്നിക്കുകൾ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. പല കുടലിലെ ക്യാൻസറുകൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കീ ഹോൾ വഴി സർജറി ചെയ്യാൻ പറ്റും. അങ്ങനെ മോഡേൺ സർജിക്കൽ ടെക്നിക്സ് ക്യാൻസർ സർജറിയിൽ വളരെ അധികം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ്. പിന്നെ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു ഇമ്മ്യൂണോതെറാപ്പിയുടെ തന്നെ ഒരു ഭാഗമായ ഒരു തെറാപ്പിയാണ് കാർട്ട് ടി സെൽ തെറാപ്പി എന്ന് പറയുന്ന ചികിത്സ. അപ്പോൾ അത് ചില മജ്ജയിലെ ക്യാൻസറുകൾക്ക്, ലിംഫോമ, മയലോമ തുടങ്ങിയ മജ്ജയിലെ ക്യാൻസറുകൾക്ക് വളരെ ഫലപ്രദമായിട്ട് ഈ കീമോതെറാപ്പി കൊണ്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത വളരെ അഗ്രസീവായിട്ടുള്ള മജ്ജയിലെ ക്യാൻസറുകൾക്ക് ഈ കാർട്ട് ടി സെൽസ് തെറാപ്പി ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. ചിലവ് കൂടിയതാണ്, പക്ഷേ അടുത്ത കുറേ വർഷങ്ങൾ കൊണ്ട് അതിന് ചിലവ് കുറഞ്ഞ് എല്ലാവർക്കും അത് പ്രാപ്യമായ രീതിയിലേക്ക് നമ്മുടെ നാട്ടിലേക്കും എത്തും എന്ന് വിചാരിക്കും. നമ്മുടെ നാട്ടിലെ പല സെൻറ്ററിലും ചെയ്യുന്നുണ്ട്, പക്ഷേ വളരെ എക്സ്പെൻസീവാണ്.
ഓക്കെ മാഡം, എനിവേ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തു. അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു തന്നു. പുതിയ മോഡേൺ ടെക്നോളജിയിൽ ക്യാൻസറിനെതിരെയുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത് അടിപൊളിയായിട്ട് പറഞ്ഞു. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു താങ്ക് യു വെരി മച്ച് ഫോർ ഹാവിങ് മീ.